ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ എലമെന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നാണ്. നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ബെർലോയുടെ SIMR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഈ മോഡലിൽ ഒരു സെൻഡർ അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരു ആളുണ്ടായിരിക്കും, ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അയാൾ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് ഉണ്ടായിരിക്കും. ആ മെസ്സേജ് ഏത് മാർഗത്തിലൂടെയാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഒരു ചാനൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സൗണ്ടിലൂടെയാണ് ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ എഴുതുകയാണെങ്കിൽ റിട്ടേൺ ഫോമിലാണ് ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ചാനൽ. ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു റിസീവർ ഉണ്ടായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻഡറിനെ പറ്റിയിട്ടാണ്. സെൻഡർ എന്ന് പറയുന്നത് മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൈൻഡിലുള്ളൊരു കാര്യത്തിനെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് എൻകോഡ് ചെയ്യും. ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ബ്രെയിനിലുള്ള ഒരു ഐഡിയയെ വോയിസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റിട്ടേൺ ആണെങ്കിൽ തന്നെ ബ്രെയിനിലുള്ള ഒരു ഐഡിയയെ റിട്ടേൺ ഫോമിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അതാണ് സെൻഡർ ചെയ്യുന്നത്. ബെർലോവിന്റെ മോഡൽ പ്രകാരം സെൻഡറിന്റെ ചില എലമെന്റ്സിന് കമ്മ്യൂണിക്കേഷനിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് സെൻഡറിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ സെൻഡറിന്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിലേ കേൾക്കുന്ന ആൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സെൻഡറിന്റെ ആറ്റിറ്റ്യൂഡ്. സെൻഡറിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ സെൻഡറിന് ചിലപ്പോ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ ഇത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മെസ്സേജ് ഇഫക്റ്റീവായിട്ട് കൺവേ ചെയ്യില്ല അല്ലെ സെൻഡർ. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ സംസാരിക്കുന്ന സബ്ജക്ട് മാറ്ററിനെ പറ്റി സെൻഡറിന് വലിയ അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ആ താല്പര്യം ഇല്ലായ്മ ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ എഫക്ട് ചെയ്യും. അതാണ് സെൻഡറിന്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ നോളജ്. നോളജ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും അല്ലെ. നമുക്ക് നല്ല അറിവുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ചില ആൾക്കാർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഈ വിഷയത്തിൽ ഇയാൾക്ക് നല്ല അറിവുണ്ട് എന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും അല്ലെ. അപ്പൊ അങ്ങനെയാണ് സെൻഡറിന്റെ നോളജ് കമ്മ്യൂണിക്കേഷൻ ഇമ്പാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സിസ്റ്റംസ് ആണ്. എന്താണ് സോഷ്യൽ സിസ്റ്റംസ് കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ബോസിനെ നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ അതിനെ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ കാണിക്കാനായിട്ട് പറ്റില്ല അല്ലെ. വി ഹാവ് ടു ബി കെയർഫുൾ, കാരണം ദാറ്റ്സ് ദ ബോസ്. ഇപ്പൊ നമ്മുടെ ജോബിനെ എഫക്ട് ചെയ്യും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് കാണിച്ച. അപ്പൊ അതൊരു സോഷ്യൽ ഹൈറാർക്കിയാണ് അല്ലെ. ബോസും അണ്ടർലിങ്സും വരുമ്പോ അതൊരു സോഷ്യൽ ഹൈറാർക്കിയാണ്. അപ്പൊ അത് അവിടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു എന്നതിനെ എഫക്ട് ചെയ്യും. പിന്നെ ഫിസിക്കൽ ലൊക്കേഷൻ, സെന്റർ എവിടെയാണ് എന്നുള്ളത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ എഫക്ട് ചെയ്യും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുമായിട്ടും തല്ലുപിടിക്കാൻ നിൽക്കില്ല അല്ലെ. നമ്മൾ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിരിക്കും നോക്കുക. അപ്പൊ അതും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു സോഷ്യൽ സിസ്റ്റം ആണ് നമുക്ക് പറയാം. നെക്സ്റ്റ് കൾച്ചർ. ഇപ്പൊ ഡിഫറെന്റ് കൾച്ചറിലുള്ള ആൾക്കാർ ഒരു കാര്യത്തിന് ഒരുപോലെ ആയിരിക്കില്ല നോക്കിക്കാണുന്നത്. അപ്പൊ അവര് ഒരു മെസ്സേജിനെ ഒരേ രീതിയിലായിരിക്കില്ല ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ കൾച്ചർ ഇതുപോലെ കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യും. സെൻഡറിന്റെ കൾച്ചർ കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യും. നെക്സ്റ്റ് മെസ്സേജ് ആണ്. മെസ്സേജ് എന്ന് പറയുമ്പോൾ എന്ത് ഇൻഫർമേഷൻ ആണോ സെൻഡർ കൺവേ ചെയ്യുന്നത് അതാണ് മെസ്സേജ്. ഇപ്പൊ മെസ്സേജ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആയിരിക്കണം. അപ്പൊ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഇരിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ടു ദ പോയിന്റ് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ക്ലിയർ ആയിട്ട് ടു ദ പോയിന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് മെസ്സേജ്. ഇതിനെ പറ്റി മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് മെസ്സേജ് കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മെസ്സേജിന്റെ വെർബൽ ആൻഡ് നോൺ വെർബൽ ആസ്പെക്ട്സ് കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യാം. ഇപ്പൊ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എഴുതി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരത്തിലൂടെ ശ്രമിക്കുന്ന കാര്യങ്ങൾ, അതാണ് വെർബൽ. പിന്നെ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം മെസ്സേജിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അത്
കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ പറയാണ്, ഓ ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറയാണ്, പക്ഷെ കൈ കെട്ടി നിന്ന് ആളെ നോക്കാതെയാ പറയുന്നത്. സോ വാട്ട്സ് ബീങ് കമ്മ്യൂണിക്കേറ്റഡ് ഇസ് ക്ലിയർ അല്ലേ, നമുക്ക് വലിയ താല്പര്യമില്ല അത് ചെയ്യാനായിട്ട്, എന്നാലും പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ വെർബലും നോൺ വെർബൽ ആയിട്ടുള്ള ആസ്പെക്ട്സും കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യും, മെസ്സേജിന്റെ വെർബൽ ആൻഡ് നോൺ വെർബൽ ആസ്പെക്ട്സ്. പിന്നെ ട്രീറ്റ്മെന്റ്, മെസ്സേജ് എങ്ങനെ പ്രസന്റ് ചെയ്യപ്പെടുന്നു എന്നുണ്ട്. മെസ്സേജ് എപ്പോഴും വളരെ അട്രാക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം എന്നാൽ മാത്രമേ അതിന് റിസീവറിന്റെ അറ്റൻഷൻ ലഭിക്കുള്ളൂ. ഇപ്പൊ മെസ്സേജ് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലല്ല പ്രസന്റ് ചെയ്തിട്ടുള്ളത്, നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ റിസീവർ അത് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്ട്രക്ചർ, എത്ര ഓർഗനൈസ്ഡ് ആണ് മെസ്സേജ് എന്നുള്ളത്. ഇപ്പൊ മെസ്സേജിലെ ഐഡിയാസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതേസമയം ഇപ്പോൾ ഒരാൾ വളരെ റാംബിളിംഗ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിൽ ഇങ്ങനെ ചാടി ചാടി പോകുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, കേൾക്കുന്നവരെ ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണ് മെസ്സേജിന്റെ സ്ട്രക്ചർ കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യുന്നത്. പിന്നെ മെസ്സേജ് എന്ത് ഫോമിലാണോ എന്ത് മീഡിയത്തിലാണോ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യും. മെസ്സേജിന്റെ കോഡ് കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യും. കോഡ് എന്ന് പറയുന്നതിന് എന്ത് ഫോമിലാണോ മീഡിയത്തിലാണോ കൺവേ ചെയ്യുന്നത് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നത് പോലെ കാഷ്വൽ ആയിട്ടായിരിക്കില്ല നമ്മൾ യൂഷ്വലി എഴുതുന്നത് അല്ലെ. അപ്പൊ അത് മീഡിയം, മെസ്സേജിന്റെ മീഡിയം കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ചാനൽ. ചാനൽ എന്ന് പറയുന്നത് എന്ത് മീഡിയം അല്ലെങ്കിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതാണ് ചാനൽ. സ്പോക്കൺ ആയിരിക്കാം, റിട്ടേൺ ആയിരിക്കാം. അപ്പൊ ഈ ചാനലിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റിസീവറിന്റെ സെൻസറി സിസ്റ്റത്തിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ചാനൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് നമ്മൾ ഒരു പിക്ചർ കാണിച്ചു കൊടുക്കില്ല അല്ലെ, ഒരു പിക്ചർ കാണിച്ചാൽ ഇതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാഴ്ചയില്ലാത്ത ഒരാളോട് പറയില്ല. അപ്പൊ അവിടെ എന്താ, ആ ആളുടെ കണ്ണുകൾക്ക് ആ മെസ്സേജ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. റിസീവറിന്റെ സെൻസറി സിസ്റ്റത്തിന് ആ മെസ്സേജ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സെൻസറി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്, ബേസിക്കലി ഐസ്, നോസ്, ഇയേഴ്സ്, മൗത്ത്, സ്കിൻ. അപ്പോൾ റിസീവറിന്റെ സെൻസറി സിസ്റ്റത്തിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ചാനൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റിസീവറിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ റിസീവർ എന്ന് പറയുന്നത് മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളാണ്. ആ റിസീവർ ആണ് എന്ത് ചെയ്യുന്നത്, ആ മെസ്സേജിന്റെ മീനിങ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, സെൻഡർ തന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യുന്നു, ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറ്റിയെടുക്കുന്നു, അല്ലെങ്കിൽ എൻകോഡ് ചെയ്യും. അപ്പൊ ആ എൻകോഡ് ചെയ്ത് കിട്ടുന്ന മെസ്സേജ് റിസീവർ ഡീകോഡ് ചെയ്യുന്നു. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ ഒരാള് അയാളുടെ മനസ്സിലുള്ള ഒരു കാര്യം എഴുതുകയാണ്. അപ്പൊ അയാളുടെ ബ്രെയിനിലുള്ള കാര്യം ആ വേർഡ്സിലേക്ക് എൻകോഡ് ചെയ്യപ്പെടുകയാണ്. അയാൾ ആ എഴുതിയത് വേറൊരാൾക്ക് കൊടുത്തു. അപ്പൊ ഈ കിട്ടിയ ആള് ആ എഴുതിയത് നോക്കുമ്പോൾ അത് അയാളുടെ ഐസ് പിക്കപ്പ് ചെയ്യും അല്ലെ, അയാളുടെ ഐസ് പിക്കപ്പ് ചെയ്യും, അയാളുടെ ബ്രെയിൻ അത് ക്യാച്ച് ചെയ്യും, എന്നിട്ട് അയാൾക്ക് മനസ്സിലാവും അതായത് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവും. അപ്പൊ റിസീവർ ചെയ്യുന്നത് എന്താ, ഡീകോഡ് ചെയ്യാണ്. ആ സെൻഡർ എൻകോഡ് ചെയ്ത് കൊടുക്കുന്ന മെസ്സേജ് ഡീകോഡ് ചെയ്യാണ് റിസീവർ ചെയ്യുന്നത്. പിന്നെ ബെർണോയുടെ മോഡൽ പോലെയുള്ള ലീനിയർ മോഡൽ, അതായത് ഒരു ഡയറക്ഷനിൽ പോകുന്ന മോഡല് കേസസിൽ യൂഷ്വലി റിസീവർ ആ കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ എൻഡിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ബെർലോന്റെ മോഡലിനെ പറ്റിയിട്ടാണ് അല്ലെ. ബെർലോന്റെ മോഡൽ പക്ഷെ ഒരു ഐഡിയലൈസ്ഡ് മോഡലാണ്, അത് റിയലിസ്റ്റിക് അല്ല. ഇപ്പൊ ചില കേസുകളിൽ സെൻഡർ കൺസ്ട്രക്ട് ചെയ്യുന്ന മെസ്സേജസ് റിസീവറിന് മനസ്സിലാക്കാൻ പറ്റാതെ വരാം, അല്ലെങ്കിൽ ഇന്റൻഡഡ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കില്ല റിസീവർ മനസ്സിലാക്കുന്ന ആ ഒരു അവസ്ഥ വരാം. പിന്നെ ഒരു സെക്കൻഡ് ചാനൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടുകയൊക്കെ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പൊ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ പറഞ്ഞു കൊടുത്തു, അത് കേട്ടിട്ട് ഒരാൾ എഴുതി. അപ്പൊ അവിടെ എന്താ, സ്പോക്കൺ വന്നു, റിട്ടേൺ വന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ചാനൽ വന്നു. അപ്പൊ ചാനൽസിന്റെ എണ്ണം കൂടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ അതേപോലെ ഇൻവോൾവ് ആവുന്ന പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പൊ ഇത് കുട്ടികൾ കളിക്കുന്ന ഒരു ഗെയിം ഉണ്ട്, മെസ്സേജ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ഒരു ചെയിനിൽ അവർ നിൽക്കും, ആ ചെയിനിലെ ഒരാള് അടുത്ത് നിൽക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യും ഒരു മെസ്സേജ്, എന്നിട്ട് ആള് അതിന്റെ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കും. വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ലാസ്റ്റ് ഈ ചെയിനിന്റെ അവസാനം വരുന്ന ആള് എന്തായിരുന്നു ആ മെസ്സേജ് എന്ന് പറയണം.
അപ്പൊ ഇതെപ്പോഴും തുടക്കത്തിൽ പറയുന്നതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമായിട്ട് അത് മാറിയിട്ടുണ്ടാവും അവസാനം എത്തുമ്പോൾ. അപ്പൊ നമുക്കറിയാൻ തന്നെ മനസ്സിലാവില്ല, പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. അതേപോലെ ഞങ്ങൾ സെക്കൻഡ് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ കേസസിലെല്ലാം എന്തുണ്ടാവും, ലോസ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. മെസ്സേജ് ഒന്നിനെങ്കിലും ആ മെസ്സേജിന് ചില എലമെന്റ്സ് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ആ മെസ്സേജ് മറ്റേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറിപ്പോകും. ഉദ്ദേശിച്ച കാര്യമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറിപ്പോകും. ഇനി നെക്സ്റ്റ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ നോയ്സ്? കമ്മ്യൂണിക്കേഷന് തടസ്സം ഉണ്ടാക്കുന്ന എന്തൊരു ഇന്റർഫിയറൻസിനെയും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നോയ്സ് എന്നാണ് പറയാം. അതിപ്പോ സംസാരിക്കുന്നതിനിടയിൽ ഒരു ഫോൺ റിങ് ചെയ്യുന്നതാവാം, പിന്നെ അതേപോലെ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുന്നതും ആവാം. ഇപ്പൊ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നോയ്സ് ഉണ്ട്. ഫിസിക്കൽ നോയ്സ് ഉണ്ട്, മെന്റൽ നോയ്സ് ഉണ്ട്. ഫിസിക്കൽ നോയ്സ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആവാം. അതായത് ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അടുത്തുനിന്ന് ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഉറക്കെ സംസാരിക്കും, അപ്പൊ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. അപ്പൊ അതൊരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ്, അപ്പൊ അത് ഫിസിക്കൽ നോയ്സ് ആണ്. പിന്നെ അതേപോലെ മെന്റൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാഡ് ന്യൂസ് കേട്ടതിന് ശേഷം നമ്മൾ ഒരു ലെക്ചർ കേൾക്കാനിരിക്കുകയാണ്, അപ്പൊ കേൾക്കുന്ന കാര്യമൊന്നും നമ്മുടെ തലയിൽ ആ സമയത്ത് കയറില്ല അല്ലെ, നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയി. അത് ആ ടൈപ്പ് നോയ്സ് മെന്റൽ ആണ്, നമ്മുടെ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആണ്. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സ്. ഫിസിക്കൽ നോയ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സൗണ്ട്സ് ആണ്, ഫോൺ റിങ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ അടുത്ത് നിന്ന് ഉറക്കെ വേറെ ആൾക്കാർ സംസാരിക്കുന്നത്, അതൊക്കെയാണ് ഫിസിക്കൽ നോയ്സ്. സെമാന്റിക് നോയ്സ് എന്ന് പറയുന്നത് വൊക്കാബുലറിയിലും ലാംഗ്വേജിലും ഒരു എഗ്രിമെന്റ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലാംഗ്വേജിൽ വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരാളും അത്രയൊന്നും നോളജ് ഇല്ലാത്ത ഒരാളും സംസാരിക്കുക. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ലാംഗ്വേജിൽ നോളജബിൾ ആയിട്ടുള്ള ആൾ വളരെ ഹൈ ലെവൽ വൊക്കാബുലറിയും സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ യൂസ് ചെയ്യുന്നത്, ഇതൊന്നും ഈ ലാംഗ്വേജിൽ അറിവില്ലാത്ത ആൾക്ക് കയറുന്നില്ല. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുന്നത്, സെമാന്റിക് നോയ്സ് ആണ് ഉണ്ടാവുന്നത്. അവർ രണ്ടുപേരും ഒരേ രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെ. അവരൊരു വേർഡിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഒരു രീതിയിലായിരിക്കില്ല, ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഒരു രീതിയിലായിരിക്കില്ല. അപ്പൊ അതാണ് സെമാന്റിക് നോയ്സ്. ഇനി ഫിസിയോളജിക്കൽ നോയ്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ ഫിസിക്കൽ ഫാക്ടർ. ഇപ്പൊ ഒരാൾക്ക് വയ്യാതിരിക്കുകയാണ്, ഒരു ഹെഡ് ഏക്ക് ഉണ്ട്, അപ്പൊ അയാൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുവന്നിരിക്കില്ല, വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ ഇൽ അല്ലേ. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ നോയ്സ്. സൈക്കോളജിക്കൽ നോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ്, ബയസസ് ഒക്കെ കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചറെ ഒരു കുട്ടിക്ക് ഇഷ്ടമല്ല, അപ്പൊ ആ ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും ആ കുട്ടി മര്യാദയ്ക്ക് പഠിക്കുന്നില്ല. അപ്പൊ അവിടെ എന്താണ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെ, കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മള് ചില ഒരാൾ വിചാരിക്കുകയാണ്, ഓ ഈ റിലീജിയനിലുള്ള ആൾക്കാർക്ക് ഒന്നും അറിയില്ല, അപ്പൊ ആ റിലീജിയനിലുള്ള ടീച്ചർ പഠിപ്പിക്കുന്നത് ആൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അവിടെ ബയസസ് ഒരു സൈക്കോളജിക്കൽ നോയ്സ് ആയിട്ട് വരികയാണ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആയിട്ട് വരികയാണ്. ബിലീഫ്സും അതുപോലെ തന്നെയാണ്, നമ്മളെ ഓരോ വിശ്വാസങ്ങൾ കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യുക. അപ്പൊ അതും എന്താണ്, സൈക്കോളജിക്കൽ നോയ്സ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ കൾച്ചറൽ നോയ്സ്. കൾച്ചറൽ നോയ്സ് എന്ന് പറയുന്നത് കൾച്ചറുകളെ പറ്റിയിട്ട് അറിവില്ലാതിരിക്കുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ രണ്ട് കൾച്ചറിലുള്ള ആൾക്കാര് പരസ്പരം എന്താ പറയുക ഇഷ്ടക്കേടോടെ നോക്കുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല അല്ലെ, നല്ല കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല. ഒരു ഗ്രൂപ്പ് സെറ്റിംഗ്സിൽ കൾച്ചറൽ നോയ്സ് കടന്നു വരുന്നത് റേസിസത്തിന്റെ രൂപത്തിൽ വരാം. പിന്നെ അതേപോലെ പ്രിജുഡിസ്, ഓ ഈ ആൾക്കാരൊക്കെ അവരൊക്കെ അങ്ങനെയാണ് എന്നുള്ള പ്രിജുഡിസ്, ഗ്രൂപ്പ് ആൾക്കാരെ പറ്റിയുള്ള പ്രിജുഡിസ് കമ്മ്യൂണിക്കേഷൻ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യും. പിന്നെ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ, അവരെല്ലാവരും അങ്ങനെയാണ്. പിന്നെ ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മാറ്റി നിർത്താനുള്ള പ്രവണത, ഇതൊക്കെ കൾച്ചറൽ നോയ്സ് ഗ്രൂപ്പ് സെറ്റിംഗിൽ വരുന്നതിന് എക്സാമ്പിൾസ് ആണ്, വരുന്ന രീതികളാണ്. പിന്നെ ടെക്നിക്കൽ നോയ്സ്. ടെക്നിക്കൽ നോയ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ റേഞ്ച് പ്രശ്നം ഉണ്ടാവുക, അപ്പോൾ ഒരു ഭാഗത്തുള്ള ആളുടെ വോയിസ് ബ്രേക്ക് ചെയ്ത് പോകും, അപ്പൊ മറ്റേ ആൾക്ക് ഒന്നും മനസ്സിലാവില്ല, അയാൾ പറയുന്നൊന്നും മനസ്സിലാവില്ല. അതേപോലെ ഇപ്പൊ മൈക്കിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രോപ്പർലി സൗണ്ട് വരാതിരിക്കുമ്പോൾ ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട് ആകും. പിന്നെ അല്ലെങ്കിൽ ടെക്നോളജി അൺഅവൈലബിൾ ആയിരിക്കുക, ഒരു ഇപ്പോൾ സെന്ററിന് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി റിസീവറിന് അവൈലബിൾ അല്ലാതിരിക്കുക. ഇത് നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് അല്ലെ, ഓൺലൈൻ ക്ലാസ്സസ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാവർക്കും അതിനു വേണ്ടി ആവശ്യമുള്ള ടെക്നോളജി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷനിലെ ടെക്നിക്കൽ നോയ്സ് വരുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ്, ഓർഗനൈസേഷണൽ നോയ്സ്. ഓർഗനൈസേഷൻ നോയ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ പ്രാക്ടീസസിനെ പറ്റി, ഒരു ഓർഗനൈസേഷനിലുള്ള പ്രാക്ടീസസിനെ പറ്റി നമുക്ക് അറിയാതിരിക്കുമ്പോൾ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവിടെ എന്താ ഓർഗനൈസേഷണൽ നോയ്സ് വരും. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അപ്പൊ അപ്പോഴൊക്കെ ഓർഗനൈസേഷണൽ നോയ്സ് വരും. അപ്പൊ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് നോയ്സ്.
നെക്സ്റ്റ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ റെസ്പോൺസ് ആണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്കിന്റെ ബേസിസിലാണ് ആ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇഫക്റ്റീവ് ആയി എന്ന് സെന്ററിന് മനസ്സിലാവുന്നത്. പിന്നെ ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് വെർബൽ ആവാം, നോൺ വെർബൽ ആവാം. ഇപ്പൊ ഒരാളോട് നമ്മൾ പറയാണ് ഇന്ന കാര്യം ചെയ്യണം, അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പറയാണ് ഓഫ് കോഴ്സ് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ അങ്ങനെ അതേ രീതിയിൽ നമ്മൾ പറയാണ് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാണ്. അത് പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഹാൻഡ് ഷേക്ക് ചെയ്യാണ്. അപ്പൊ അവിടെ എന്താ, അവിടെ അഗ്രിമെന്റ് നോൺ വെർബൽ ആണ് അല്ലെ, നമ്മുടെ ഹാൻഡ് ഷേക്കിലൂടെയാണ് നമ്മൾ ചെയ്യാം എന്ന് കാണിക്കുന്നത്. ഈ എലമെന്റ്സ് സെൻഡർ, റിസീവർ, മെസ്സേജ് ചാനൽ, ഈ എലമെന്റ്സ് എല്ലാം ഹാർമണിയിൽ ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. So that's it for this unit. Thank you everybody for listening.